ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് അത് കഴിക്കാൻ തോന്നുന്ന അപ്പം തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് അറബിക് ബിരിയാണി. അതുമാത്രമല്ല ടേസ്റ്റ് അറബിക് റൈസ് ഫേവറേറ്റ് ആയിട്ടുള്ളവർക്കൊക്കെ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ബിരിയാണി പോലെ തന്നെ ഇഷ്ടപ്പെടും. ഇതിന് നമ്മുടെ ബിരിയാണി പോലെ മസാല ഒന്നും അധികം ഇല്ലെങ്കിലും റൈസിന് പ്രത്യേക തരത്തിലുള്ള നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. മന്തിയും മച്ബൂസൊക്കെ ഉണ്ടാക്കുന്ന അത്രയും ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൊക്കെ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബിരിയാണിയിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. ഒരു മിക്സിയിലെ ജാറിലേക്ക് 10-12 വെളുത്തുള്ളി, ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി, പിന്നെ 1/2 കപ്പ് മല്ലിയില, അതിൻ്റെ പകുതി ഏകദേശം 1/4 കപ്പ് പുതിനയില, ഇത്രയും ചേർത്ത് തരിതരിപ്പായി ഒന്ന് അരച്ചെടുക്കാം. അടുത്തതായി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അറബിക് സ്റ്റൈലിലുള്ള ബിരിയാണി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ്റെ സ്കിന്ന് കളയാതെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിനാഗിരിയും ഉപ്പൊക്കെ ചേർത്ത് നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തതാണിത്. കുറച്ച് നേരം സുർക്കയും ഉപ്പ് ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിന്ന് ഒഴിവാക്കാം. ഞാൻ ട്രഡീഷണൽ ആയിട്ടുള്ള അറബിക് ബിരിയാണി ഉണ്ടാക്കുന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടി സ്കിന്ന് എടുത്തതേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പൊടികൾ ചേർക്കാം. ആദ്യം 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം പൊടിച്ചത്. നിങ്ങളിൽ ഇതിൻ്റെ പൊടി ഇല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള നല്ല ജീരകം ചേർക്കാം. എങ്ങനെയായാലും നല്ല ജീരകം ചേർക്കാം കേട്ടോ, ഒരിക്കലും ഒഴിവാക്കരുത്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇത് ഞാൻ 3/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. പിന്നെ 1/4 ടേബിൾ സ്പൂണിനേക്കാൾ കുറവ് മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ലാസ്റ്റായി വേണ്ടത് ഒരു വലിയ നാരങ്ങയുടെ പകുതിയോളം നീര്. ഇനി നമുക്കിത് നല്ല പോലെ മിക്സ് ആക്കി എടുക്കാം. ഇതിന് നമുക്ക് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെങ്കിൽ തലേദിവസം തന്നെ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അടുത്തതായി നമുക്ക് എല്ലാ ബിരിയാണിയിലെയും പോലെ തന്നെ സബോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബിരിയാണിയിൽ കുറച്ച് സമയം എടുക്കുന്നത് ഈ ഒരു സ്റ്റെപ്പിൽ മാത്രമാണ്. ഇനി നമുക്കിതിൽ വേറെ സബോള വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് 4 വലിയ സബോള എടുത്തിട്ടുണ്ട്. ഞാൻ പകുതി നെയ്യ് പകുതി ഓയിൽ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. 2-3 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഓയിലും നെയ്യൊന്നും കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. സബോള ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പിന് പകരം ബദാം എടുക്കാം. ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തിട്ടോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിൽ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്യാം. ചിക്കൻ മാത്രം ചേർത്താൽ മതി, അരപ്പ് പരമാവധി മാറ്റി വെക്കാൻ നോക്കാം. അത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ചേർക്കാം. കൂടുതൽ മൊരിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് 2-3 മിനിറ്റ് 2 വശം ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്ത് ചേർക്കാം. നിങ്ങൾക്കറിയാലോ മിക്ക അറബിക് റൈസുകളിൽ ഉരുളൻകിഴങ്ങ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതുപോലത്തെ തീരെ എരിവില്ലാത്ത പച്ചമുളക് കൂടെ നിർബന്ധമായിട്ടും ചേർക്കുക. ഞാൻ പകുതി വരെ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തീരെ എരിവില്ലാത്തത് കൊണ്ട് തന്നെ 5 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ അരച്ച ഈ ബാക്കിയുള്ള അരപ്പ് ഇതിലേക്ക് ചേർക്കാം. പിന്നെ 1 കപ്പ് തൈര്. നമ്മളിതിൽ തക്കാളി ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പുളിക്കായിട്ട് തൈരും നാരങ്ങാനീരൊക്കെ പറഞ്ഞ അളവിൽ തന്നെ എടുക്കാം കേട്ടോ. ഇനി നിങ്ങൾ പുളിയുള്ള തൈരാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ നാരങ്ങാനീര് വേണമെന്നില്ല. അടുത്തതായി നമ്മൾ ഫ്രൈ ചെയ്ത സബോളയിൽ നിന്ന് 3/4 ഭാഗത്തോളം ഇപ്പം ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം മൂടി തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസ് വേവിക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഹോൾ സ്പൈസസ് ചേർക്കാം. ഇതിൽ ഏലക്കായ, കരിയാമ്പൂ, കറുവപ്പട്ട, പിന്നെ നല്ല ജീരകം ഇത്രയാണുള്ളത്.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത പോലത്തെ പച്ചമുളക് 5 എണ്ണം കൂടെ കീറിയത് ചേർക്കാം. അതിനൊപ്പം തന്നെ 5 വെളുത്തുള്ളി കൂടെ ചേർക്കാം. വെളുത്തുള്ളി അരിയെ ചതയ്ക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. മുഴുവനായിട്ട് ഇതുപോലെ ചേർത്താലും മതി. ഇത് രണ്ടും ചേർത്താൽ തന്നെ റൈസിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകും. വെള്ളം നന്നായി തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് കഴുകി അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത 3 കപ്പ് ബസ്മതി അരി ചേർക്കാം. ഇത് മസാല കുറവായ ടൈപ്പ് ബിരിയാണി ആയതുകൊണ്ട് ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 കപ്പ് അരി എടുക്കാം. 4 കപ്പ് അരി എടുത്താൽ മിക്സാക്കി വരുമ്പോൾ മസാല തീരെ ഇല്ലാതെ എന്നാൽ ഫ്ലേവറിൽ ഒന്നും യാതൊരു കുറവും വരാത്ത മന്തിയുടെ ഒക്കെ പോലെയുള്ള ബിരിയാണി ആയിരിക്കും ഉണ്ടാവുക. അരി 90% വെന്ത് വന്നാൽ പിന്നെ നമുക്കിത് ഊറ്റാം. ഞാൻ ചിക്കൻ മസാല ബിരിയാണി ദമ്മിടാൻ പറ്റിയ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമുക്ക് വേവിച്ച റൈസ് മുഴുവൻ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഒരു നുള്ളു കുങ്കുമപ്പൂ കുറച്ച് വെള്ളത്തിൽ കുതിർത്തത് ഒഴിച്ചു കൊടുക്കാം. കുങ്കുമപ്പൂ കളറിന് വേണ്ടി മാത്രമല്ല കേട്ടോ ചേർക്കുന്നത്. ഈ ചേരുവകളൊക്കെയാണ് ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തരുന്നത്. അപ്പോൾ കുങ്കുമപ്പൂ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള സബോള ഫ്രൈ ചെയ്തതും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അരമണിക്കൂർ ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ സെർവ് ചെയ്യാം. മൂടി തുറക്കുമ്പോൾ ശരിക്കും ബിരിയാണി ദമ്മായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആവി വരും. ബിരിയാണി നല്ല പോലെ ദമ്മായില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഇതിന് കിട്ടില്ല. ചോറും മസാലയും ഒരു ബന്ധമില്ലാത്ത പോലെ ആവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അടിയിൽ തട്ട് വെച്ചിട്ടാണെങ്കിൽ സമയം എടുത്ത് തന്നെ ദമ്മ് നന്നായി ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണേ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിക്കാളൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടി പരീക്ഷിച്ച് നോക്കുക. മസാല തീയില്ലാത്തത് കൊണ്ട് മന്തി പോലെ തന്നെ ഇതും കുട്ടികൾക്ക് പോലും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻ്റായി തന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.